വരുമ്പോഴേക്ക് അസൂയയില്ല, അതുപോലെ മറ്റുള്ളവരെ വഞ്ചിക്കണമെന്ന ചിന്തയില്ല, അനന്തരാവകാശത്തിൽ ആരെയും പറ്റിക്കുകയില്ല. അതുപോലെ അവന്റെ നാവുകൊണ്ട്, അവന്റെ നാക്കുകൊണ്ട്, അവന്റെ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് ഒരു മനുഷ്യനെയും അവൻ വേദനിപ്പിക്കുകയില്ല. അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, മനുഷ്യന്റെ മനസ്സിലേക്കാണ് പടച്ച റബ്ബിന്റെ നോട്ടം. അതുകൊണ്ട് തന്നെയാണ് ആ ഖൽബിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട നാല് വിശേഷങ്ങളാണ്, 4 കാര്യങ്ങളാണ് നാം പറഞ്ഞു വെച്ചിരുന്നത്. അർബഉൻ മൻ ഉഅ്തിയഹുന്ന ഉഅ്തിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ ദുനിയാവും സുഖമാണ്, ആഖിറവും സുഖമാണ്. ഒന്നാമത് ഞാൻ വിശദീകരിക്കുന്നില്ല. 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന് ദുനിയാവ് സുഖമാണ്, ആഖിറവും സുഖമാണ്. ഒന്നാമത്തേത് ഖൽബുൻ ഷാക്കിർ. ശ്രദ്ധിക്കണം മുഅ്മിനുകളെ, ഞാനിത് വിശദീകരിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് ആവർത്തിക്കുകയാണ്. 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ ദുനിയാവും സുഖമാണ്, ആഖിറവും സുഖമാണ്. ഒന്നാമത്തെ 4 കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തേത് ഖൽബുൻ ഷാക്കിർ. നന്ദിയുള്ള ഹൃദയമാണ്. പടച്ച റബ്ബ് എന്ത് തന്നെ തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഖൽബാണ്. പടച്ചോനെ അങ്ങനത്തെ മനസ്സാക്കി തരട്ടെ. ഒരു പനി ഉണ്ടായി, ഡോക്ടർക്ക് പോയി മരുന്ന് കുടിച്ച് അത് സുഖായി. രണ്ടാമതും വന്നാ പിന്നെ പറയുന്നത്, പടച്ചോനെ എന്തൊരു ഇടങ്ങാറാണിത്, എന്തിനാ പടച്ചോൻ എങ്ങനെയൊക്കെ ഇടങ്ങാറാക്കണത്? ഈ മഹലിൽ ഇന്നെ പോലെ ഇടങ്ങാറായ മനുഷ്യന്മാരില്ല. ഇവന് പറ്റിയത് പനിയൊന്ന് ആവർത്തിച്ച് വന്നതാണ്. പടച്ചോന്റെ നിഅമത്തിനെ പറ്റിയുള്ള നിഷേധത്തിന്റെ വലിപ്പമാണ് അവന്റെ നാവിൽ നിന്ന് വന്നത്. എന്ത് തന്നെ കിട്ടിയാലും പടച്ചോനെ സന്തോഷത്തോടെ ഓർക്കുന്ന ഖൽബിന്റെ പേരാണ് നന്ദി എന്ന് പറയുന്നത്. പടച്ചോ നമുക്ക് തന്ന നിഅമത്തുകൾക്ക് കയ്യും കണക്കുമില്ലല്ലോ. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും അതേപോലെ ശ്വസിക്കുന്ന വായുവും നാം കിടന്നിറങ്ങുന്ന നമ്മുടെ വീടും ധരിക്കുന്ന വസ്ത്രവും നാം കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പറയുന്ന നാവും നടക്കുന്ന കാലുകളും ചെയ്യുന്ന കൈകളും എന്തൊക്കെയാണ് മുഅ്മിനുകളെ പടച്ച റബ്ബ് തന്നത്. എന്നിട്ടും പടച്ചോന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചില്ല എങ്കിൽ അവൻ എത്ര മോശപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരു മനുഷ്യന്റെ ഖൽബിൽ ഉണ്ടാവേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തത് കിട്ടുന്നതിലൊക്കെ ശുക്റുണ്ടാവലാണ്, നന്ദിയുള്ള ഹൃദയമാണ്. രണ്ടാമത്തത് വലിസാനും ദാക്കിർ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ നിർത്തിയത് അല്ലേ? 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന് ദുനിയാവ് സുഖമാണ്, ആഖിറവും സുഖമാണ്. ഒന്നാമത്തേത് ശുക്റുള്ള ഹൃദയമാണ്, രണ്ടാമത്തേത് ദിക്റുള്ള നാവാണ്. അന്ന് നാം പറഞ്ഞെന്ന് ഞാൻ ഓർക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പടച്ചോനെ, ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങുന്നത് നിന്റെ പേര് കൊണ്ടാണ്. നീയാണ് എന്റെ യാത്രയെ നിയന്ത്രിക്കേണ്ടത്, എന്നെ അങ്ങോട്ട് എത്തിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തിക്കേണ്ടത് നീയാണ്. എന്റെ യാത്ര നിന്നെ ഞാൻ ഏൽപ്പിച്ചു തമ്പുരാനെ എന്നർത്ഥമുള്ള ഇത് ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ അതിന്റെ പേര് ദിക്റാണ്. മുഅ്മിനുകളെ ഒന്ന് ശ്രദ്ധിക്കണം. അവനവന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഭാര്യയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച് ആ ഭക്ഷണപാത്രം മുന്നിൽ നിന്നെടുക്കുമ്പോഴേക്ക് ആ ഭക്ഷണത്തിന്റെ ഖാലിഖിനെ ഒന്ന് ഓർത്തുകൊണ്ട് ഒന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഖാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. പടച്ചോനെ, എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു കഴിവുമില്ലാതെ ഈ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയും ഇത് എന്നെ തീറ്റിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്ത റബ്ബേ, നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കനമുള്ള ദിക്റാണ്.
ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ 4 കാര്യം ഉണ്ടാവണം. ഒന്ന് നന്ദിയാണ്, മറ്റൊന്ന് ദിക്റാണ്. നാവിൽ എപ്പോഴും ദിക്റ് പടച്ചവൻ മാത്രം. കഴിഞ്ഞ പ്രാവശ്യം ഉണർത്തിയതുപോലെ തസ്ബീഹ് മാല മറിച്ച് നടന്ന് ചൊല്ലണം എന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹറക്കാത്തുകൾ മുഴുവനും ദിക്റുകൾ തന്നെയാണ്. അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു വലിയ ദിക്റാണ് അവൻ ചൊല്ലിയത്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ. എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു കഴിവുമില്ലാതെ എനിക്ക് ഭക്ഷണം തന്ന് ഭക്ഷിപ്പിച്ച തമ്പുരാനെ, നിനക്ക് സർവസ്തുതിയും എന്ന് ചൊല്ലിയാൽ അത് വല്ലാത്ത ദിക്റാണ്. ഭക്ഷണം കിട്ടുക, അത് തിന്നാൻ കഴിയുക, അതൊക്കെ എത്ര വലിയ സംഗതിയാ, എത്ര വലിയ സംഗതിയാണ് അതൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചോട്ട്, ഞാൻ കാര്യം പറഞ്ഞു. നേരം വൈകിയ ഇരുന്ന് മടുത്ത കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാ മതി, സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ അബുദാബിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ വലിയുല്ലാഹി അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മളെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസേ അല്ലയിന്റെ ഒരു ഭാഗത്ത് സനായി എന്ന പേരുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. വലിയ വിശാലമായ, എനിക്ക് തോന്നുന്നു 8-10 കിലോമീറ്റർ വിശാലമായ ഒരു ടൗണാണ്. അവിടെ RSSകാരുടെ ഒരു ബിസിനസ് ഉണ്ട്, കച്ചവടം, ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്. പാകിസ്ഥാനികൾ ഭയങ്കര ഈമാനുള്ളവരാണല്ലോ, അവർ കണ്ട അപ്പം അത് ചെയ്യും. വുദുവില്ലെങ്കിൽ ബാങ്കാണ് കൊടുത്ത റോട്ടിൽ നിന്നിട്ട്, അത്ര ഈമാനാണ്. ആ സമയമായി അവർ ആ കാര്യം ചെയ്യും, അത്ര. അങ്ങനെ ഇവിടെ പള്ളി പൊളിച്ചു എന്ന് കേട്ടപ്പോൾ ഇന്ത്യക്കാരായ RSSകാരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ സനായിൽ. ഇവര് പോയിട്ട് കത്തിച്ചു. അതോടുകൂടെ അബുദാബിയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെയുള്ള ഒരു വിപ്ലവകരമായ ഒരു അക്രമം. അത് അവരുടെ ചരിത്രത്തിൽ ആദ്യമാണ്. ആ രാജ്യത്തിന്റെ, ആ രാഷ്ട്രം മുഴുവനും ഉണരുകയും അവിടെയുള്ള സർവ്വ പട്ടാളക്കാരും ആ ഒരു ടൗണിനെ വളയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു സ്ഥാപനമുണ്ട് അവിടെ, മദ്രസത്ത് ദാറുൽ ഇസ്ലാമിയ എന്ന പേരുള്ള ഒരു സ്ഥാപനം. അതിന്റെ ഒരു വാഹനത്തിൽ ഞാനും ഒരു ഡ്രൈവറും കൂടി ഒരു വഴിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞു. ഈ പറയപ്പെട്ട സ്ഥലത്തൂടെയാണ് ഞങ്ങൾ അങ്ങനെയാണ് പോണത്. ഈ വിവരം അറിഞ്ഞ സമയത്ത് ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, നമുക്കൊന്ന് കയറാം, അവിടെ നിന്ന് കാണാൻ കത്തിച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ നമുക്ക്, അങ്ങനെ ഉണ്ടായിന്ന് കേൾക്കുമ്പോ. പിന്നെ വിഷയതാകുമ്പോ എന്തായാലും ആഗ്രഹം ഉണ്ടാവും ചെയ്യുമല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ഈ പട്ടാളക്കാരും പോലീസുകാരൊക്കെ വലയം ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. പക്ഷെ അകത്തോട്ട് കയറാൻ യാതൊരു പ്രയാസവും ഇല്ല, വളരെ ഈസിയായി എല്ലാരും അകത്തേക്ക് കടത്തി വിടുന്നുണ്ട്. പക്ഷെ അകത്ത് കയറിയ ഒരാളെയും പുറത്തു വിടില്ല എന്നുള്ളത് അതിന്റെ അകത്ത് ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അകത്ത് കയറിയ ആൾക്കാരെ ഒരുത്തനെ പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ള വീട് അറിഞ്ഞത് അകത്ത് കയറിയപ്പോഴാണ്. പടച്ചോനെ 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് കയറിയ ഞങ്ങളെ 7 മണിയായിട്ട് 8 മണിയായിട്ട് യാതൊരു നിവൃത്തിയില്ല, പുറത്തേക്ക് വിടുന്നില്ല. ഞങ്ങൾ അപ്പുറത്ത് പോയി പോലീസുകാരോട് കിട്ടുന്ന അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞു നോക്കി, വിടുന്നില്ല, ഇത് മംനുവാണ്, ഞങ്ങൾക്ക് ഓർഡറില്ല നിങ്ങളെ വിടാൻ എന്ന് പറഞ്ഞു. ചുരുക്കി പറയാ, പിറ്റേന്ന് രാവിലെ എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെ, എല്ലാവരെയും അവിടെ വളഞ്ഞു വെച്ചു. എന്തിനു വേണ്ടി? ആരാണ് അക്രമം നടത്തിയെന്ന് അറിയാൻ വേണ്ടി, സൂക്ഷ്മമായി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ചുരുക്കി പറയാ, അന്ന് നട്ടപ്പാതിരാ സമയത്ത് ആ രാഷ്ട്രത്തിന്റെ എല്ലാ വാഹനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ടൗണിലുള്ള എല്ലാ ജോലിക്കാരെയും എല്ലാവരെയും വാഹനത്തിൽ കയറ്റി കുറെ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടു. അതിൽ ഒരു ആളാണ് ഞാൻ, കൊണ്ടുപോയി ഇടപെട്ടവരിൽപ്പെട്ട ഒരാളാണ്. ആള് വലിയ വലിയ മഹാന്മാരുണ്ട് കൂട്ടത്തിൽ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒന്നും നോട്ടല്ല. അതിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടോ അവരെ മുഴുവനും അങ്ങനെ കൊണ്ടുപോയിട്ടു. അങ്ങനെ ഡിഫൻസിലുള്ള ഒരു പ്രത്യേകതരം വേലി ഉണ്ട്, വേലി, ഒരു മുള്ളുവേലി. അതാ മുള്ളുവേലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടുപ്പിച്ച് നിൽക്കുക ചെയ്യാം. അത് ഒന്നിങ്ങനെ ഇട്ട് അതിന്റെ മുകളിലിട്ട് അങ്ങനെ ഇട്ടാലും വലിയൊരു മതിലായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. അങ്ങനെയുള്ള വലയം ഞങ്ങൾ ചുറ്റുപാടും ഉണ്ടാക്കി. പഠിച്ചോനെ ഇനി എന്തൊക്കെ കട്ടക്കാലം അവിടെ ഉണ്ടാവും വിചാരിച്ചിട്ട് ആകപ്പാട് വേജാറായി. എന്തൊക്കെയാ ഇനി സംഭവിക്കാൻ പോകുന്ന അറിയില്ലല്ലോ. ചുരുക്കി പറയാൻ ഒന്നും ചെയ്തെന്നില്ലെങ്കിലും ഞാൻ പറയേ, ഭക്ഷണത്തിന്റെ വലിപ്പം പറയാനാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് 5 മണിക്ക് ഭക്ഷണം കഴിച്ചതാ, പിറ്റേന്ന് രാത്രി പിറ്റേന്ന് പകലായി ഉച്ചയായി ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കേട്ടോളൂ.
ആ വലയത്തിന്റെ കമ്പിവേലിയുടെ അപ്പുറത്ത് നിന്ന് കുറെ വാഹനങ്ങൾ കൊണ്ടുവന്നു. ആ വാഹനത്തിൽ ഭക്ഷണമുണ്ട്. ഭക്ഷണം, ഒരു കുപ്പി വെള്ളവും അതുപോലെ തന്നെ ഒരു തരം ഉരുണ്ട ഒരു ബിസ്ക്കറ്റ് പോലുള്ള ഒരു സാധനം. അത് അവിടെ നിന്ന് ഈ ആയിരങ്ങളടിക്ക് എറിഞ്ഞു തരിക ചെയ്യുന്നത്. അത് എറിഞ്ഞു തരുന്ന സമയത്ത് ആർക്കാണോ പിടിക്കാൻ കഴിയുക, ചാടി പിടിക്കാൻ ആർക്ക് കഴിയും അവർക്ക് കിട്ടും. അല്ലാത്തവര് മറ്റൊരു തിന്നണ മൂത്ത് നോക്കിയിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. നീ കേട്ടോളി, അവിടെ മൂല്യരാന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളും ചാടി സംഗതി കിട്ടുകയൊക്കെ ചെയ്തു. വെള്ളം കിട്ടിയില്ല, ആ സാധനം കിട്ടി, ആ തിന്നണ സാധനം. പടച്ചോനെ അത് തൊള്ളിക്കാണ്ടിട്ടിട്ട് പുറ്റായി, നമ്മൾ സെറ്റായി. വെള്ളമല്ലോ, അതിന് പൊടിയുള്ള സാധന. വെള്ളമില്ലാതെ, ജ്യൂസ് ഇല്ലാതെ, ഡ്രിങ്ക്സ് ഇല്ലാതെ കുടിക്കാതെ തിന്നാൻ അത് കഴിയില്ല. ഇറങ്ങണില്ല പുറത്തേക്ക് മുഴുവൻ. ഭക്ഷണത്തിന്റെ വില എത്രയാണ്? അതെ, എത്ര സൗകര്യമുള്ള ഭക്ഷണമാണ് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ കഴിക്കുന്നത്. എപ്പോഴാണ് ഭക്ഷണത്തിന് മുട്ടുവരിക എന്നറിയില്ല. ഞാൻ സൂചിപ്പിച്ചത്, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്ന് അതിന്റെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് അതിനെ ഓർക്കുന്നത് നല്ലതാണ്. അതിന്റെ പേരാണ് മുഅ്മിനീകളെ ദിക്ർ 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 എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ സന്തോഷത്തോടെ നാവ് കൊണ്ട് പറയണ്ടേ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒരു തടസ്സവുമില്ലാതെ എനിക്ക് ഭക്ഷണം തരുകയും അത് ഭക്ഷിപ്പിക്കുകയും ചെയ്ത റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് ചൊല്ലിയാൽ അതിന്റെ പേരും ദിക്റാണ്. ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവന്റെ മനോഹരമായ വീടിന്റെ ബെഡ്റൂമിൽ കയറി അവൻ സുഖമായി കടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ അവനൊന്ന് ചിന്തിക്കണ്ട, പടച്ച റബ്ബേ, എന്നെ പോലെയുള്ള എത്ര മനുഷ്യന്മാരാണ് ഓരോ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും നേരം പുലരുന്നത് വരെ കണ്ണിന്റെ പോള പൂട്ടാൻ കഴിയാതെ വേദന സഹിച്ചുകൊണ്ട് അരാന്റെ ചവിട്ടും കുത്തുമേറ്റുകൊണ്ട് കിടക്കുന്നവർ. പടച്ചോനെ, അതിലൊന്നും എന്നെ പെടുത്താതെ എന്റെ വീടിന്റെ അകത്ത് കടന്നുറങ്ങാൻ സൗകര്യം തന്ന റബ്ബേ, ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. പടച്ചവനെ, ഞാനിതാ റഹ്മാനെ റഹീമേ, നിന്റെ പേര് കൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്. നീയാണ് എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടത്. നീയാ എന്നെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു കൂട്ടത്തിൽ ചേർക്കണമേ. അഥവാ എന്റെ റൂഹിനെ നീ പിടിക്കുകയാണെങ്കിൽ എന്റെ റൂഹിനെ നീ സ്വാലിഹികളുടെ കൂട്ടത്തിൽ പെടുത്തണേ എന്നർത്ഥമുള്ള ഇത് ചൊല്ലിക്കൊണ്ട് കിടന്നാൽ അതിന്റെ പേരും ദിക്റാണ്. എപ്പോഴാണ് നമ്മൾ ഈ ഉറക്കത്തിലാണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എത്ര മനുഷ്യന്മാരുണ്ടല്ലേ ഉറക്കത്തിലൊക്കെ നേരം പുലരുന്ന സമയത്ത് ശരീരം ബലവെച്ച് കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഈ അലൈനിലുള്ളൊരു സംഗതി തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലേ, ഞാൻ പറയേ, മനുഷ്യൻ അല്ലാഹു തആല നൽകുന്ന നിഅമത്ത് എത്രയാണ്. അലൈന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സാഹിർ എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു സഹോദരൻ, എന്റെ കൂട്ടുകാരൻ വന്നു. എന്റെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ കയ്യിൽ 5000 ദിർഹം ഉണ്ട്. കയ്യിലുള്ള ദിർഹം അദ്ദേഹം എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഇത് നിങ്ങളെ കയ്യിൽ വെക്കണം, വെച്ചിട്ട് കാലത്ത് സുബഹിന്റെ മുമ്പ് എന്നെ വിളിക്കണം. തൊട്ടപ്പുറത്ത് അങ്ങോട്ടുള്ള അബുദാബിയിൽ പോയി എന്റെ കൂട്ടുകാരന് കൊടുക്കാനുള്ള 5000 ദിർഹമാണ് എന്റെ കയ്യിലുള്ളത്. അത് ഞാൻ അതിരാവിലെ എനിക്ക് സുബഹിസ്കരിച്ച ഉടനെ പോയെങ്കിൽ എനിക്ക് 8:30 മണിയാകുമ്പോഴേക്ക് വീണ്ടും തിരിച്ചിവിടെ എത്തിയിട്ട് ഡ്യൂട്ടിയിൽ കയറാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ വേണ്ടി തന്നു. രാവിലെ സുബഹിക്ക് മുമ്പ് വിളിക്കണമെന്നും പറഞ്ഞു. ഞാനത് വാങ്ങി എന്റെ തലയുടെ അകത്ത് വെച്ചു. ഞാൻ അതിൽ തല വെച്ച് കടന്നുറങ്ങി. എന്റെ തൊട്ടപ്പുറത്തുള്ളൊരു ബെഡിൽ അദ്ദേഹത്തിന് ഗസ്റ്റല്ലേ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ സുബഹിക്ക് എഴുന്നേറ്റ്, സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ അല്പം മുമ്പ് എഴുന്നേറ്റ് ഞാൻ എന്റെ കൂട്ടുകാരനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഫക്രു, നീ എഴുന്നേറ്റോ, സുബഹിന്റെ ബാങ്ക് ഇപ്പൊ വിളിക്കും, നിനക്ക് അബുദാബിയിലേക്ക് പോവണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോ അദ്ദേഹം വീണ്ടും സുഖമായി കിടന്നുറങ്ങുകയാണ്. അപ്പുറത്ത് ഹമ്മാമിൽ പോയി, ടോയ്ലറ്റിൽ പോയി പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വുളൂ ചെയ്ത് തിരിച്ചു വന്നപ്പോ
എന്റെ മുഖത്തുള്ള വെള്ളവും താടിയിലും കയ്യിലും ഒക്കെയുള്ള വുദൂഇന്റെ വെള്ളം എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ വടിച്ചെടുത്ത് എന്റെ കൂട്ടുകാരനും ഫക്രൂന്റെ മുഖത്തേക്ക് ഞാൻ കുടയുകയാണ്. എടാ എഴുന്നേറ്റോ, നിനക്ക് അബൂദാബിക്ക് പോണ്ടേ എന്നും പറഞ്ഞിട്ട് അവന്റെ മുഖത്ത് ഞാൻ ഈ വെള്ളം കുടഞ്ഞ് വിളിച്ചു നോക്കുമ്പോഴും അവന് സുഖമായ ഉറക്കമാണ്. ഞാൻ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇഖാമത്ത് വിളിക്കാൻ സമയമായി. തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴും അബൂദാബിയിലേക്ക് പോകാനുള്ള മനുഷ്യൻ സുഖമായി കടന്നിറങ്ങുകയാണ്. ഞാൻ കുറച്ച് ദേഷ്യത്തോടെ അധികാരത്തോടെ തന്നെ അവന്റെ പിരടി പിടിച്ച് പൊന്തിച്ചിട്ട് പറഞ്ഞ്, എന്താ നീ ഇപ്പോഴും ഉറങ്ങുകയാണോ, നിനക്ക് അബൂദാബിയിലേക്ക് പോണ്ടേന്നും പറഞ്ഞ് ഞാൻ അയാളെ പിരടി പിടിച്ച് പൊന്തിച്ചപ്പോ മരക്കൊമ്പ് ബലം വെച്ചതുപോലെ അവന്റെ പിരടി മാത്രമല്ല ശരീരം മുഴുവനും മുന്നോട്ട് നീങ്ങുകയാണ്. സൈലന്റ് അറ്റാക്കാണ്. എപ്പോഴാണ് പോയതെന്നറിയില്ല. തൊട്ടടുത്തുള്ള ആരും അറിയാതെ മരിക്കുന്ന മരണമില്ലേ, അതിലൊന്നും പെടുത്താതെ എന്നെ രക്ഷപ്പെടുത്തണേ. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇന്നർസൽതഹാ ഫഅഫദഹാ ബിമാ തഅഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഇത് ചൊല്ലിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ കടന്നിറങ്ങുന്നതെങ്കിൽ അതും മുഅ്മിനേ ദിക്ർ തന്നെയാണ്, അതും ദിക്ർ തന്നെയാണ്. 6-7 മണിക്കൂർ സുഖമായി കടന്നിറങ്ങുമ്പോഴാണ് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് വിളിക്കുന്നത്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഇനി ഉറങ്ങണ്ട 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 മക്കളെ, ഇനി ഉറങ്ങേണ്ട സമയമല്ല. നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണ്. പടച്ചോന്റെ വിളിനാദമാണ്, അള്ളാന്റെ വിളിയാണ്. അള്ളാന്റെ വിളിയുടെ ശബ്ദമാണ് മുഅദ്ദിനിലൂടെ കേൾക്കുന്നത്. ഇനിയൊന്ന് നിസ്കരിക്കാൻ വരണേ എന്ന് വിളിക്കുമ്പോ അവനവന്റെ ബെഡ്റൂമിൽ നിന്ന് സുഖമായി എഴുന്നേൽക്കുമ്പോ അവന്റെ മനസ്സിൽ തട്ടി അവൻ പറയേണ്ടത്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. പടച്ചോനെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ 6-7 മണിക്കൂർ സുഖമായി കിടന്നുറങ്ങി. ഉറക്കുണ്ടാവാൻ വേണ്ടി ഗുളിക കുടിച്ചുകൊണ്ടല്ല, അതല്ലെങ്കിൽ ഉറക്കിന് വേണ്ടി കുഴമ്പ് തേച്ചിട്ടല്ല. പടച്ചോനെ, നിന്റെ നിഅമത്താകുന്ന ഉറക്കം സുഖമായി 6-7 മണിക്കൂർ കിടന്നുറങ്ങിയ എനിക്ക് സർവസ്തുതിയും പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് ഈ മരണമാകുന്ന ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്നർത്ഥമുള്ള ഇത് ചൊല്ലിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അതും ദിക്റാൻ. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ദിക്റാണ്. 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഖൽബിലുണ്ടായാൽ അവന് ദുനിയാവിലും സുഖം കിട്ടും, ആഖിറത്തിലും സുഖം കിട്ടും. ഒന്ന് ശുക്റാണ്, നന്ദിയാണ്, ഹൃദയത്തിലുള്ള നന്ദിയാണ്. രണ്ടാമത്തേത് അവന്റെ നാവിലുള്ള ദിക്റാണ്. എന്ത് വർത്തമാനം പറയുമ്പോഴും ഇന്റെ റബ്ബ് ചെയ്തു തന്നത് പടച്ചോന്റെ സഹായത്തോടുകൂടെ, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഏത് വാചകത്തിന്റെ തുടക്കത്തിലും അവന്റെ നാവ് പറയുന്നത് അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. പടച്ചോനെ, അങ്ങനത്തെ ഖൽബും നാവും നമുക്ക് തരട്ടെ. അതേപോലെ ഒന്നുകൂടെ ചുറ്റുവട്ടത്തിലുള്ള സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കണേ. അവൾ സുബ്ഹിന്റെ സമയത്ത് ബാങ്ക് കേട്ടെഴുന്നേൽക്കുമ്പോ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യമായി അവളുടെ അടുക്കള തുറക്കാൻ വേണ്ടി പോകുമ്പോ അടുക്കളയുടെ വാതിലിന്റെ ഹാൻഡില് അതിന്റെ പിടി ഇവളുടെ വലത്തെ കൈ കൊണ്ട് പിടിച്ച് ബിസ്മി ചൊല്ലി വലത് കാലെടുത്ത് വെച്ചുകൊണ്ട് ആ അടുക്കള തുറക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടാണ് പെങ്ങളെ ആ അടുക്കളയെ അന്ന് തുറക്കുന്നതെങ്കിൽ അന്ന് ഇബ്ലീസിന്റെ നാശമില്ല, അവിടെ ശൈത്താന്റെ ശർറില്ല. ആ അടുക്കളയിൽ അന്ന് വഴക്കില്ല, വക്കാണമില്ല, പ്രശ്നങ്ങളില്ല. ആ അടുക്കളയിൽ നിന്ന് അന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ പിന്നിൽ യാതൊരു രോഗങ്ങളും ഇല്ല. എന്തുകൊണ്ട് ബിസ്മി കൊണ്ട് തുറന്ന അടുക്കളയാണ്. അതൊരു വല്ലാത്ത ദിക്റാണ്. ബിസ്മില്ലോർത്ത് പിശാചില്ല. ബിസ്മില്ലോർത്ത് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ
ബിസ്മി ചൊല്ലി ഇത്രയും പറഞ്ഞു. അഥവാ അപ്പം മറന്നാൽ ചിലപ്പോ മറക്കുമല്ലോ, ചിലപ്പോ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ, മറക്കലുണ്ടല്ലേ. അങ്ങനെ മറന്നാൽ പോലും വിടരുതെന്ന ഇടയിൽ ഓർമ്മയെ അപ്പൊ പറയണമെന്നാ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു എന്ന് പറയണമെന്നാ. പടച്ചോനെ തുടക്കത്തിൽ ഞാൻ ചെല്ലാൻ മറന്നതാണ്, അതിന്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ബിസ്മി തന്നെയാ പടച്ചോനുള്ളത് അതിന്റെ അർത്ഥം. അങ്ങനെ നിന്ന് കേട്ടോളി. അങ്ങനെ ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കൂട്ടം ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ചിരിച്ചു പോയി. സഹാബത്ത് ചോദിച്ചു, എന്തേ ഇപ്പൊ പുണ്യനബി ചിരിക്കാൻ കാരണം? ആ സമയത്ത് കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ ബിസ്മി ചൊല്ലി. പുണ്യനബി പറഞ്ഞു, ഇവിടെ നിന്ന് ഇബ്ലീസും മക്കളും ഒക്കെ എഴുന്നേറ്റ് പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന്. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ബിസ്മി ചൊല്ലിയത്. അതുവരെ ഭക്ഷണത്തിൽ കൂടിയിരുന്നു പിശാച്. ബിസ്മിയോടുകൂടെ പിശാച് അവിടെ നിന്ന് എഴുന്നേറ്റ്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കത്തു അലല്ലാഹ് ചൊല്ലണമെന്ന് പറയുന്നത്. ആ യാത്രയിൽ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ഹൈറായ രൂപത്തിൽ ആ ആവശ്യം നിറവേറ്റി പോരണമെങ്കിൽ ആ ബിസ്മി കൊണ്ട് തുടങ്ങണം. അതൊക്കെ വലിയ വലിയ ദിക്റുകളാണ്. രണ്ടാമത്തെ കാര്യമാണ് ദിക്ർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ എന്റെ പ്രിയമുള്ള മുഅ്മിനീകളെ, വീട്ടിൽ നിന്ന് എഴുന്നേറ്റ്, വീട്ടിൽ നിന്ന് സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിക്കൊണ്ട് എഴുന്നേറ്റാൽ അതും ദിക്ർ തന്നെയാണ്. അതേപോലെ എഴുന്നേറ്റ് ഹമ്മാമിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് ശുചീകരണ ശേഷവും അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും ഒക്കെ ചൊല്ലുന്നതും അതിന്റെ പേരും ദിക്റാണ്. അതുപോലെ കടം കൊണ്ട് കുടുങ്ങിയ ആരെങ്കിലും ബുദ്ധിമുട്ടിയ ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലിയാൽ അതും വലിയ ദിക്റാണ്. അവന്റെ കടങ്ങളൊക്കെ പടച്ചറബ് വീട്ടി കൊടുക്കുന്നതാണ്. കഷ്ടകാലങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് ചൊല്ലൽ പതിവാക്കിയാൽ അവന്റെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുന്നതാണ്. അവിചാരിതമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയാൽ അതും ദിക്റാണ്. അല്ലാഹു ദിക്റുള്ള നാവും ശുക്റുള്ള ഖൽബും നമുക്കൊക്കെ നൽകുമാറാവട്ടെ. പെട്ടെന്ന് പറയുകയാണ് മൂന്നാമത്തെ കാര്യം വബദനുൻ അലിൽ ബലാഇ സാബിർ. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം മറക്കരുത്. ദുനിയാവിലും ആഖിറത്തിലും സുഖം കിട്ടാൻ 4 കാര്യങ്ങൾ ഉണ്ടാവണം ഹൃദയത്തിൽ. ഒന്നാമത്തേത് അതാ നിങ്ങൾ മറന്ന്. അതന്നെ ചിലവരൊക്കെ ഔട്ട് ഓഫ് റേഞ്ച് ആട്ടോ, പരിധിക്ക് പുറത്ത് ചിലവരൊക്കെ ഉണ്ട് എന്നാക്കി തോന്നുന്നത് അല്ലെ. ഇവിടെ പൊതുവെ റേഞ്ച് കുറവുണ്ടോ? ഇല്ലല്ലേ. അതന്നെ അറിയാം. ഒന്നാമത്തേത് അൽഹംദുലില്ലാഹ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പടച്ചോനെ അല്ലാഹു കബൂലാക്കട്ടെ. അല്ല, പടച്ചോൻ നമുക്ക് ചെയ്ത നിഅമത്ത് എത്ര അല്ലേ? അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത് എത്രയാ? എവിടെയാണ് ഇന്ന ആള് എന്ന് ചോദിച്ചാൽ അസിസുലിൽ ഇപ്പൊ എവിടെന്ന് ചോദിച്ചാല് മൂപ്പര് പീഡിയക്കൊലയം ഉണ്ടാവും, കള്ളുഷാപ്പിലുണ്ടാവും, അല്ലെങ്കിൽ കാരംബോർഡ് മുടിക്കുണ്ടാവും, അല്ലെങ്കിൽ അങ്ങാടിയിലുണ്ടാവും എന്നല്ലല്ലോ പറയല്ലേ. മൂപ്പര് പള്ളിക്കുണ്ടാവും, അല്ലെങ്കിൽ മദ്രസയിലുണ്ടാവും, അല്ലെങ്കിൽ ദിക്റിലുണ്ടാവും, അല്ലെങ്കിൽ വേദാറിയുണ്ടാവും, അല്ലെങ്കിൽ മൂപ്പര് പേരിലുണ്ടാവും. ഇങ്ങനെ പറയാനായി കിട്ടാന്നുള്ളതിന് വലിയ നിയമത്തല്ലേ? നിങ്ങൾ എന്താ ഒന്നും വേണ്ടാത്തത്? നിങ്ങൾക്ക് ഇതൊന്നും പറ്റണില്ലല്ലേ? നമ്മളെ മെമ്പുട്ടിയാജി എവിടെ നിന്ന് വെച്ചാൽ എന്താ പറയാ, ഇപ്പൊ പള്ളിക്കത്തെ സെക്രട്ടറി അല്ലേ, പള്ളിക്കുണ്ടാവും, മദ്രസയിലുണ്ടാവും. അങ്ങനെ ആ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു പെടുത്തി തന്നില്ലേ? അതിലെ വലിയ നിയമത്തിന് എന്താ? ബാക്കിയൊക്കെ പടച്ചോനത്ത് പുറത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാവും. ഈ ഒരു വിഭാഗത്തിൽ പെട്ട് കിട്ടാന്നല്ല തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. എത്ര പടച്ചോനോട് ശുക്ർ ചെയ്യേണ്ടത്, അള്ളാഹിനോട് ശുക്ർ ചെയ്യേണ്ടത് എത്ര ശുക്ർ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഷെയ്ഖുനാ വലിയുള്ള അത്തിപ്പറ്റ ഉസ്താദ്, പിന്നെ അവിടെ ജോലി ചെയ്തിരുന്നൊരു സലാം സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ വലിയ ഭക്തനാണ്, അദ്ദേഹം വലിയ പ്രൊഫസറൊക്കെയാണ്, നല്ല ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ കേമനാണ്, ഭയങ്കരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വല്ലാത്തൊരു ഇസ്ലാമികമായ ചിട്ടയോടെ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ
ഒരു ദിവസം ഒരു ലീവിൽ നാട്ടിലേക്ക് പോരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വന്നു. നാട്ടിലേക്ക് ഷാർജ എയർപോർട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ ക്യാൻസൽ ചെയ്യാത്ത ഒരു വിസയും കൂടി ഉണ്ട്. ജീവനുള്ള 2 വിസ ഉണ്ട് നടത്തും. ഒന്ന് ജോലി ചെയ്യുന്ന വിസയും മറ്റൊന്ന് മുമ്പ് ജോലി ചെയ്തിരുന്ന വിസയുടെ ക്യാൻസൽ ചെയ്യാത്ത സ്റ്റാമ്പും. അങ്ങനെ ഒരിക്കലും അവരെ കയറ്റി വിടൂല, അത് തെറ്റാണ്. കസ്റ്റംസിൽ നിന്ന് പിടിക്കും. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചിട്ട് അദ്ദേഹം പാതിരാക്കില്ല. അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കാത്തിക്കാൻ വന്നിട്ട് പെണ്ണുങ്ങളും കുട്ടികളും മറ്റുള്ളവരൊക്കെ കാത്തു നിൽക്കാൻ എതിരേൽക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഇവിടുന്ന് കയറി എന്നെ കണക്കാക്കിയിട്ട്. പക്ഷേ എയർപോർട്ടിൽ ചെന്ന സമയത്ത് രാത്രി പാതിരാക്ക് കസ്റ്റംസ് പറഞ്ഞു, നിനക്ക് പോകാൻ പറ്റൂല, നീ അല്ലേൻ ജവാസാത്തിൽ പോയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് ഈ ഫസ്റ്റിലെ വിസ സ്റ്റാമ്പ് ചെയ്തത് ക്യാൻസൽ ചെയ്യണം, എന്നേ പോരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടു. എന്തോ ഒരു പ്രയാസം ഉണ്ടാവും മനസ്സിൽ. ഈ ലഗേജൊക്കെ പാടെ കെട്ടി തൂക്കി പിടിച്ച് കൊണ്ടുപോയി അവസാനം തിരിച്ചു പോരാ. കുട്ടികളും മക്കളൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്, പിന്നെ കരിപ്പൂരിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അത്തിപ്പരസ്ഥാവും ഞങ്ങളൊക്കെ സുബീന്റെ സമയത്താണ് ഇയാൾ തിരിച്ചു വരുന്നത്. പള്ളിയിലേക്കാണ് അദ്ദേഹം നേരെ വന്നത്. ജമാഅത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കൃത്യത പാലിക്കുന്ന ആൾ. അള്ളാഹു നമുക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. ജമാഅത്തിന്റെ അതൊക്കെ നമുക്ക് പിന്നെ പറയാൻ ഇൻഷാല്ലാഹ്. ജമാഅത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജമാഅത്തിന്റെ കാര്യം മനസ്സിലാക്കി ഒരൊറ്റ കുട്ടി അവനാരെ പെരയിൽ നിൽക്കിച്ചേല്ല. പള്ളിക്ക് തന്നെ റൂഹ് തൊണ്ടക്കുഴി കൂടെ ഇങ്ങനെ ചലിക്കുന്ന കാലത്തോളം അല്പമെങ്കിലും ഈമാന്റെ കാണിക്കുവാൻ്റെ കലിബിലുണ്ടെങ്കിൽ പള്ളിക്കെന്നല്ല നിസ്കരിക്കാനേ ഒരു പുരുഷന് കഴിയുന്നില്ല. അതാണ് സൂചിപ്പിച്ചത്. അങ്ങനെ ഇദ്ദേഹം പള്ളി സുബഹിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വളരെ വിതുമ്പലോടുകൂടെ പ്രയാസത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞു, സ്ഥലേ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടത്തോടെ കണ്ണിന്നിങ്ങനെ ചോരയാണോ പിന്നെ കണ്ണുനീരോ ഇരിക്കുന്ന അത്ര പ്രയാസം ഉണ്ട് അയാൾക്ക്. ഉസ്താദ് പറഞ്ഞു, അത് കേട്ട ഉടനെ അൽഹംദുലില്ലാഹ്. നമുക്ക് കാണെങ്കിൽ ഇത്രയും പ്രയാസത്തോടു കൂടെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്. രാവിലെ 8:30 മണിക്ക് ഖലീജ് ടൈംസ് ന്യൂസ് പേപ്പർ വന്ന് വായിച്ചപ്പോ, രാവിലെ 8:30 മണിക്ക് ഖലീജ് ടൈംസ് പത്രം വന്ന് ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് വായിച്ചപ്പോ കാണാൻ കഴിഞ്ഞത്, കേൾക്കാൻ കഴിഞ്ഞത്, ആ സമയത്ത് പുറപ്പെട്ട വിമാനമില്ലേ എത്രയോ അടികൾക്ക് മുകളിൽ പോയി പൊട്ടിത്തെറിച്ച് ഭൂമിയിലേക്ക് പതിച്ചു എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ മയ്യത്ത് പോലും കിട്ടാത്ത അവസ്ഥയാണ്. സുബീഖ് പറഞ്ഞത് അൽഹംദുലില്ലാഹ്. അവരൊക്കെ എവിടെയാ? അല്ലെ, അവരൊക്കെ മനസ്സെവിടെയാ? അതിൽ കേറി പോഞ്ഞ നന്നായി. അതിൽ പോയി കേറി പോയിരുന്നെങ്കിൽ മയ്യത്ത് പോലും കിട്ടാത്ത മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം കണ്ണീരൊലിപ്പിച്ച് സങ്കടം പറഞ്ഞത്. പക്ഷേ ഉള്ളറിയുന്ന കൽബറിയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഞാൻ സൂചിപ്പിച്ചത് മുഅ്മിനുകളെ, 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ ദുനിയാവും സുഖമാണ്, ആഖിറവും സുഖമാണ്. ഒന്നാമത്തേത് ശുക്റുള്ള ഹൃദയമാണ്, രണ്ടാമത്തേത് ദിക്റുള്ള നാവാണ്, മൂന്നാമത്തേത് എന്ത് കഷ്ടകാലങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും എല്ലാം സഹിക്കുന്ന ഹൃദയമാണ്, എല്ലാം ക്ഷമിക്കുന്ന ശരീരമാണ്. എന്ത് തന്നെ പ്രയാസം വന്നാലും ഓളെ മനസ്സ് പറയുന്നത്, പടച്ചോനെ ഇതിന്റെ പിന്നിൽ നീയല്ലേ തമ്പുരാനെ ഇതൊക്കെ എനിക്ക് തന്നത്. അതവന്റെ മനസ്സിലുള്ള സമാധാനമാണ്, അതവന്റെ മനസ്സിലുള്ള സുബൂറാണ്. സുബൂർ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ അവനും 2 ലോകത്തും സുഖമാണ്. എന്തൊക്കെ കഷ്ടകാലങ്ങളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ് ബഹുമാനപ്പെട്ട അംബിയാ മുർസലുകളൊക്കെ സഹിച്ചത് മുഅ്മിനുകളെ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്നിട്ട് പോലും മനസ്സിൽ തട്ടി പറഞ്ഞത് അൽഹംദുലില്ലാഹ്. എന്ത് പ്രയാസം നേരിട്ടാലും ക്ഷമിക്കുന്ന ഹൃദയമാണ്, ക്ഷമിക്കുന്ന ശരീരമാണ് എന്ന് നീട്ടി പറയുന്നില്ല. നീട്ടി പറഞ്ഞാൽ പറഞ്ഞു തീർക്കാനൊന്നും കഴിയില്ല. അപ്പൊ സൂചിപ്പിച്ചത് മൂന്നാമത്തെ കാര്യം സബൂർ ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം
ഒന്നാമത്തേത് ഖൽബിൽ ശുക്ർ ഉണ്ടാവുക. അല്ലാഹു തരട്ടെ പഠിച്ചോനെ, ഇത് മൊലിയരായ ഞാൻ പറയാ, നിങ്ങൾ കേട്ടിരിക്കുക, എന്നിട്ട് വിടുക എന്നൊക്കെ പറയുന്നല്ല, പറയണ ഞാനും കേൾക്കുന്നു, നമുക്കൊക്കെ ഇത് ഉണ്ടാവണം. അല്ലാഹു നമുക്ക് തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സമാധാനം കിട്ടാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല തന്നെ. ദുനിയാവിൽ സമാധാനം കിട്ടാൻ ഇതൊക്കെ അല്ലാതെ കഴിയില്ല. ഒന്നാമത്തേത് ശുക്രുള്ള ഹൃദയം, രണ്ടാമത്തേത് ദിക്റുള്ള നാവ്, മൂന്നാമത്തേത് എന്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാലും പതറാതെ അവന്റെ മനസ്സിൽ ക്ഷമ ഉണ്ടാവുക. അത് മൂന്നാമത്തേത്. ഒന്നുകൂടെ പറയുകയാണ്. നാലാമത്തേത്, നാല് കാര്യങ്ങളിൽ നിന്ന് നാലാമത്തേത് മുഅ്മിനുകളെ വല്ലാത്ത അത്ഭുതമുള്ള ഒരു വാചകമാണ് ഈ പറയാൻ വേണ്ടി പോകുന്നത്. ദുനിയാവിലും ആഖിറത്തിലും സുഖം കിട്ടാൻ 3 കാര്യം പറഞ്ഞല്ലോ. നാലാമത്തെ കാര്യം വലിയ അത്ഭുതമുള്ള കാര്യമാണ്. നാലാമത്തേത് وزوجة لا تبغيه خونا في نفسها ولا في ماله. നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാലാമത്തെ കാര്യം വസൗജത്തുൽ ലാ തബ്ഗീഹി ഖൗനം ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി. അവനെ സന്തോഷപ്പെടുത്തുന്ന അവന്റെ സമ്പത്തിലൊക്കെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന, അവന്റെ പ്രയാസങ്ങളിലൊക്കെ കൂടെ നിന്ന് കൊടുക്കുന്ന, അവനെ സഹായിക്കുന്ന നല്ലൊരു സ്നേഹമുള്ള ഒരു ഭാര്യ കൂടി കൂട്ടത്തിലുണ്ടായാൽ, അവന് കൂട്ടിലുണ്ടായാൽ അവന് 2 ലോകത്തും സുഖമാണ്. മുഅ്മിനുകളെ, എത്ര ഗൗരവമുള്ള വാചകമാണ് അവസാനം പറഞ്ഞത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ദിക്റും ശുക്റും സബൂറും മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാണ്. എന്നാൽ മഴയത്ത് വെയിലറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കുത്തിച്ചൊലിക്കുന്ന, അല്ലെങ്കിൽ വെയിലത്ത് പെട്ടെന്ന് മഴ പെയ്യുന്നത് പോലെ ആത്മീയമായ മനസ്സുകളിൽ നിന്നുണ്ടാവേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞു വെച്ച ഉടനെ പിന്നെ പറഞ്ഞത് ഖൽബിൽ നിന്നുണ്ടാവേണ്ട കാര്യമല്ല, പിന്നെ പറഞ്ഞത് അവരുടെ ജീവിതമാണ്. നാലാമത്തെ ഇക്കാര്യം കൂടി ഇല്ലാതെ അവനെ സന്തോഷപ്പെടുത്തുന്ന, അവന്റെ സുഖത്തിലും ദുഃഖത്തിലും അവനെ സഹായിക്കുന്ന, നല്ല സ്നേഹമുള്ള സ്വാലിഹത്തായ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യ കൂടി വീട്ടിലുണ്ടായാൽ, അവന്റെ ജീവിതത്തിലുണ്ടായാൽ, അവന് ദുനിയാവിലും സുഖമാണ്, ആഖിറത്തിലും സുഖമാണ്. അങ്ങനല്ലേ? ദിക്റും ശുക്റും സുബ്റൊക്കെ ഉണ്ട്. പക്ഷെ പെരീക്കാൾ കയറിയ യാതൊരു സുഖമില്ല. എന്തായിരിക്കും മട്ടോ? നിങ്ങൾക്ക് പറ്റണില്ലല്ലേ? എന്തായിരിക്കും അവസ്ഥ? ദിക്റും ശുക്റും സുബ്റൊക്കെ ഉണ്ട്, വീട്ടിൽ കയറിയ ഒരു സമാധാനവും ഇല്ല, പറഞ്ഞത് കേൾക്കൂല, സമാധാനം തരൂല, അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ നിൽക്കൂല, പറയണ്ടെന്ന് പറഞ്ഞതേ പറയൂ, പോവണ്ടെന്ന് പറഞ്ഞതേ പോവൂ, അത് പറയരുതെന്ന് പറഞ്ഞാൽ അതെന്നെ പറയൂ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് പറഞ്ഞ് വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഉള്ള സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു ഭാര്യയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളതെങ്കിൽ, അവന്റെ 2 ലോകത്തും അവന് പ്രശ്നങ്ങളാണ്. ഇവിടെ ഇതിന്റെ പിന്നിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ശ്രദ്ധിക്കണ്ടെങ്കിൽ ഞാൻ പറയൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും സുഖമാണെന്ന് പറഞ്ഞല്ലോ. ദിക്റും ശുക്റും സുബുറും, ആ 3 കാര്യം കൊണ്ട് 2 ലോകത്തും സുഖമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്നാൽ പിന്നെ ഭാര്യ കൂടി നന്നാവൽ കൊണ്ട് ദുനിയാവിലല്ലേ സുഖം, ആഖിറത്തിലോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും 2 ലോകത്തും സുഖം കിട്ടാൻ വേണ്ടത് തന്നെയാണ്. എന്നാൽ പിന്നെ ദുനിയാവിലെ സുഖത്തിന് മാത്രല്ലേ ഭാര്യയെ കൊണ്ട് നന്നാവേണ്ടതുള്ളൂ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ പറഞ്ഞത് ആഖിറത്തിലും ദുനിയാവിലും രക്ഷപ്പെടാൻ 4 കാര്യം വേണമെന്നാണല്ലോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനെ, ദിക്റും ശുക്റും സബറും നിക്കാരവും നോമ്പും മറ്റു കാര്യങ്ങൾ കൊണ്ട് മാത്രം, എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ട് മാത്രം അവന്റെ ജീവിതത്തിൽ 2 ലോകത്തും സന്തോഷമുണ്ടാവുകയില്ല. ദിക്റും ശുക്റും സബറും നിക്കാരും നോമ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് മാത്രം മനുഷ്യന് ശരിക്കും സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. എന്തുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു ദിവസം പാണ്ടിക്കാട് അങ്ങാടിയിൽ ഇറങ്ങി,
ഒരു ഞായറാഴ്ച ദിവസം ഉദാഹരണം പറയാട്ടോ, ഒരു ഞായറാഴ്ച ദിവസമാണ്. അന്ന് കുട്ടികളും മക്കളും കെട്ടിച്ചോരൊക്കെ വിരുന്ന് നിന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അതിനെ കുറച്ച് ബേക്കറി സാധനങ്ങളും ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ വാങ്ങി ഇപ്പൊ സന്തോഷത്തോടെ കീസും പിടിച്ച് വീട്ടിൽ അങ്ങനെ കയറി ചെല്ലാണ്. ശ്രദ്ധിക്കണ്ടല്ലേ, വീട്ടിൽ അങ്ങനെ കയറി ചെല്ലുന്ന സമയം ഒന്ന് വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ മനം നിറയെ നിറച്ചുകൊണ്ടാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. സമാധാനം വീട്ടിലല്ലേ വേണ്ടത്. ചെല്ലുന്ന സമയത്ത് തന്നെ സന്തോഷത്തോടെ ഇവൻ അവന്റെ ഭാര്യയോട് എന്തോ പറഞ്ഞ സമയത്ത് ഒരിക്കലും അവന് കേൾക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്തൊരു മറുപടിയാണ് അവളിൽ നിന്ന് കിട്ടിയത്. അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചെറുതായിട്ടൊന്ന് മറുപടി കൊടുത്തെങ്കിലും അവൾ നിർത്തിയില്ല. വീണ്ടും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു. അവന്റെ മനസ്സാകപ്പാട് ഉരുകിപ്പോയി, പ്രയാസപ്പെട്ടു പോയി. ഇത്രമാത്രം സ്നേഹിച്ച് വളർത്തിയ, പോറ്റുന്ന, കൂടുന്ന, ജീവിക്കുന്ന എന്റെ ഭാര്യ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന പ്രയാസം. അങ്ങനെ ഇടങ്ങേറായി നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ബാങ്കാണ് കൊടുത്തു. ഓൻ എന്തോ ഒരു സന്തോഷമായി. നിസ്കരിക്കാൻ പോകാനുള്ള സന്തോഷം കൊണ്ടല്ല, ഇവിടുന്നൊന്ന് ബാങ്ക് കേട്ട് കണ്ട് ഇവിടുന്നൊന്ന് കഴിച്ചില്ലല്ലോ, ഇറങ്ങാനുള്ളൊരു ചാൻസ് ആയല്ലോ, സന്തോഷം. കാലചെറുപ്പത്തിൽ മണ്ടിപ്പാഞ്ഞ് നടന്ന വഴിയായോണ്ട് പള്ളിക്കുള്ള വഴിയൊന്നും മറന്നില്ല, പേച്ചില്ല. 2ാം ക്ലാസ്സിൽ 4 പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വുദൂഉം പേച്ചില്ല ഒക്കെ ശരിയായി കിട്ടി. അങ്ങനെ കാണാതെ പഠിച്ചോണ്ട് അവന്റെ മനസ്സ് വുദൂഉം ഇല്ല, എവിടെയില്ല. പള്ളിക്ക് പോയിരുന്ന് ഖദ് ഖാമത്തി സ്വലാത്ത് പറഞ്ഞ സമയത്ത് ഇവന് നീച്ച് ഇമാമിന്റെ പിന്നാലെ പോയി നിസ്കരിച്ച് ദുഹർ എന്ന ഫർദ് 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമിനോട് കൂടെ ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി, എനിക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇന്ന സ്വലാത്തി വനുസുക്കി, അന്ന് ഞാൻ പാഠം പഠിപ്പിച്ച് നിൽക്കുള്ളൂ. വമഹിയായ മമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്നെ പിരി ഇത്ര വലിയ ആളായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വഴക്കോട് കൂടെ അന്നത്തെ നമസ്കാരം ദുന്യാവിലും ആഖിറത്തിലും കഴിച്ചിലാകാൻ രക്ഷപ്പെടാൻ ദിക്റും ശുക്റും സബറും മാത്രം മതിയോ? അവനൊരു വീട്ടിൽ സന്തോഷകരമായ ജീവിതം കൂടി വേണ്ടേ? അപ്പോഴല്ലേ ഒരു നേരത്തെ നിസ്കരിക്കാൻ കഴിയും, നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയുള്ളൂ. അപ്പോഴല്ലേ ദിക്റ് മനസ്സ് തട്ടി ചൊല്ലാൻ കഴിയുള്ളൂ. അപ്പോഴല്ലേ മറ്റുള്ള അമലുകളൊക്കെ പങ്കെടുക്കാൻ കഴിയുള്ളൂ. മുഅ്മിനീകളെ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. കുടുംബ ബന്ധം, കുടുംബത്തിൽ സന്തോഷമുണ്ടാവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സന്തോഷമുണ്ടാവാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്, പുരുഷന്മാരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, കുടുംബത്തിൽ സന്തോഷമുണ്ടാവാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. ഭർത്താവിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. ബഹുമാനപ്പെട്ട പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന അക്മലൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല ഈമാനുള്ള മനുഷ്യന്റെ ലക്ഷണം ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. ഈമാനുള്ള മനുഷ്യന്റെ ലക്ഷണം നല്ല സ്വഭാവമുണ്ടാവലാണ്. മാത്രമല്ല തൊട്ടടുത്ത് പറഞ്ഞത് അവന്റെ ഭാര്യയോട്, അഖിലുകാരോട് നല്ല രൂപത്തിൽ ജീവിക്കുന്നവനുമാണ്. ഭാര്യയോട്, മക്കളോട്, അഖിലുകാരോട് നല്ല രൂപത്തിൽ ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ല ഈമാനുള്ളവരെന്ന് പറഞ്ഞെങ്കിൽ മുഅ്മിനുകളെ, ഭാര്യമാരോട്, മക്കളോട്, അഖിലുകാരോട് ക്രൂരത കാണിക്കുന്നവർ, വേണ്ടാത്ത വഴക്ക് പറയുന്നവർ, ആവശ്യമില്ലാതെ ഭാര്യയെ പ്രഹരിക്കുന്നവർ, അതേപോലെ വീട്ടിലെ ഭാര്യയെ വേലക്കാരികളെ പോലെ കാണുന്നവർ, അവന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ടുണ്ടാക്കിയ കൊട്ടാര സമാനമായ വീട് മുഴുവനും അടിച്ചു വാരി വൃത്തിയാക്കി തൂർത്തിക്കൊണ്ട് കേവലം ഒരു ജോലിക്കാരിയെ പോലെ ഭാര്യമാരെ ആരെങ്കിലും കരുതിയാൽ, ഇവിടെ കൂടിയ സഹോദരങ്ങളെ, ആ വീട്ടിൽ സമാധാനമുണ്ടാവുകയില്ല. ഭാര്യ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഭർത്താവിന്റെ പകുതിയാണ്.
അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ വസ്ത്രം കഴുകി അയൺ ചെയ്ത് വെക്കുക, അതേപോലെ മറ്റുള്ളവൾക്ക് അവന് വേണ്ടി സഹായിക്കുക. ഇത് മാത്രമല്ല പെണ്ണെന്ന് പറയുന്നത്, പെണ്ണ് അവന്റെ ജീവിതത്തിലെ പകുതിയാണ്. ഭാര്യയെ കൂടി അവന്റെ സർവ്വ കാര്യങ്ങളിലും അവൻ പങ്കെടുപ്പിക്കേണ്ടതാണ്. നല്ല സ്വഭാവത്തിന്റെ ഉടമയാകുന്നതോടുകൂടെ അവന്റെ ഭാര്യയോട് മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും നല്ല ഈമാനുള്ള മനുഷ്യനെന്ന് മൂത്തേടത്ത് അസീസോലിയുടെ അഭിപ്രായമല്ല, അള്ളാന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. മുഅ്മിനീകളെ ഒന്നുകൂടെ കേട്ടോളൂ. സ്വഭാവം നന്നായാൽ അവൻ നന്നായില്ലേ? അള്ളാന്റെ പ്രവാചകരാണ് പറഞ്ഞത്, അലാ ഉഖ്ബിറുക്കും ബിഹബ്ബിക്കും അലയ്യ വഅഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമിൽ ഖിയാമ. നിങ്ങൾക്കൊരു വർത്താനം കേൾക്കണോ സഹാബത്തെ? നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? അലാ ഉഖ്ബിറുക്കും ബിഹബ്ബിക്കും ഇലയ്യ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? എനിക്ക് നല്ല നല്ല തൃപ്തിയുള്ള ഇഷ്ടമുള്ള പൊരുത്തമുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബത്തെ? വഅഖ്റബിക്കും ഇലയ്യ മജ്ലിസൻ യൗമിൽ ഖിയാമ. അന്ത്യനാളിൽ എന്റെ തൊട്ടടുത്ത് സീറ്റ് കിട്ടുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബത്തെ എന്ന് ചോദിച്ചപ്പോ അവർ പറയുന്നു, ഒന്ന് പറഞ്ഞു തരണം പ്രവാചകരെ. ആ സമയത്ത് അള്ളാന്റെ പ്രവാചകർ പറഞ്ഞത്, അഹ്സനുഹും ഖുലുഖാ, സ്വഭാവം നന്നായവരാണ്, നല്ല വർത്തമാനം പറയുന്നവരാണ്, കുടുംബത്തിൽ സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയല്ലേ പുണ്യനബി പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇന്നെ പടച്ചോൻ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതെന്ന് പോലും അള്ളാന്റെ പ്രവാചകര് പറഞ്ഞെങ്കിൽ മുഅ്മിനുകളെ ഒന്നുകൂടി കേൾക്കണേ. ഇന്ന സാഹിബ ഹുസ്നുൽ ഖുൽഖി, നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എല്ലാവർക്കും അവനോട് ഇഷ്ടമാണ്, അവനും അതേപോലെ എല്ലാവരോടും ഇഷ്ടമാണ്. അങ്ങനെ ഒരു സ്വഭാവത്തോടു കൂടിയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവന് നിസ്കാരക്കാരന്റെ, നോമ്പുകാരന്റെ, ഹജ്ജുകാരന്റെ, സക്കാത്തുകാരന്റെ, ധർമ്മക്കാരന്റെ എല്ലാവരുടെ കൂലിയും അല്ലാഹു തആല സ്വഭാവത്തിന് പകരമായി കൊടുക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് തരട്ടെ. പുറത്തേക്കാണ് ഇറങ്ങിയ നാട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ എന്തോ ഒരു ചക്കര വർത്താനം പറയുന്ന അറിയാം. ഓ നല്ല സന്തോഷമുള്ള വർത്താനം പറയും. അജയനെ കണ്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, കണ്ടിട്ട് കുറെ കാലമായല്ലോ. മെമോട്ടിനെ കണ്ടാൽ മെമോട്ടിയെ എവിടെയപ്പ അങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഇവനെ വലിയ ഇഷ്ട. പെരീക്കാൻ ചെന്നാൽ ഓന്റെ അമ്മ വിളിക്കാണ്, മെമോട്ടി ഏജ് എവിടെ ഇത്ര നേരം, ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പോണേ നോക്കും. നിങ്ങൾ എന്തിനാ നോക്കണത്? ഉമ്മാനോട് ഭാര്യ കുറെ നേരമായാലും ഞങ്ങൾ പോയിട്ട് വല്ലാത്തൊരു മനുഷ്യനാങ്ങൾ പറഞ്ഞാല് അത് നോക്കാനാ നിന്നെ ഇവിടെ ഏൽപ്പിച്ചത്. മുഅ്മിനുകളെ പടച്ചറബിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല. അള്ളാന്റെ നോട്ടം ഇവന്റെ കൽബിലേക്കാണ്. കൽബിൽ അവന്റെ സൽസ്വഭാവമാണ് ഉണ്ടാവേണ്ടത്. സൽസ്വഭാവം ഉണ്ടെങ്കിൽ അഖ്റബിക്കും അലാ ഉഖ്ബിരിക്കും അലാ ഉഖ്ബിറുക്കും അഹബ്ബിക്കും ഇലയ്യ വഅഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമിൽ ഖിയാമ. അന്ത്യനാളിൽ നിന്റെ പിന്നാലെ കൂടണോ? അതിനവൻ ചെയ്യേണ്ടത് അവന്റെ സ്വഭാവം നന്നാവലാണ്. പറഞ്ഞു പുണ്യനബി ഇത്രത്തോളം പറഞ്ഞില്ലേ, ഇന്നർ റജുല, ശ്രദ്ധിക്കണ്ട, ഇന്നർ റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വനളറത ഇലൈഹാ വനളറത ഇലൈഹി. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് സ്നേഹത്തോടു കൂടെ നോക്കിയാൽ, 18-ാം വയസ്സിൽ വന്ന പെണ്ണല്ലേ, എത്രയാ പ്രതീക്ഷയോട് കൂടെ കയറി വന്നവളാണ്. അവളുടെ ഭർത്താവ് മാത്രമല്ലേ അവളെ മനസ്സിലുള്ളത്, മറ്റുള്ളവരൊക്കെ പേരിന് മാത്രമുള്ള ബന്ധങ്ങളായി മാറിയില്ലേ. ഇപ്പോൾ അവൾക്കുള്ള തണുപ്പും ചൂടും ഭർത്താവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മുഖം പൊളിപ്പിച്ചുകൊണ്ട് തന്റെ പെണ്ണിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ ഒരു ഭർത്താവ് നോക്കിയാൽ,
ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയപ്പോ അവൾക്ക് വല്ലാത്ത ഇഷ്ടമായി, സന്തോഷമായി, തൃപ്തിയായി. എന്റെ ഭർത്താവിന്റെ സന്തോഷം എത്രയാ, അവരുടെ സ്വഭാവം എത്ര നല്ലതാ. പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോഴേക്ക് ഭാര്യയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച സന്തോഷമാണ്. അവളും സന്തോഷത്തോടെ ഭർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് തിരിച്ചു നോക്കിയാൽ, കേൾക്കണേ എന്റെ മുഅ്മിനുകളെ, ബുഖാരിയിലുള്ള ഹദീസാണ്, മുസ്ലിമിലുള്ള ഹദീസാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണ്. ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി, അതേപോലെ ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കും സ്നേഹത്തോടെ ഒന്ന് നോക്കുക ചെയ്താൽ നളറല്ലാഹു തആല ഇലൈഹിമാ നളറത റഹ്മാ. പടച്ചറബ് അവർ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് കാരുണ്യത്തിന്റെ സന്തോഷത്തിന്റെ റഹ്മത്തിന്റെ ബർക്കത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. ആ വീട്ടിൽ പിന്നെ പട്ടിണിയില്ല, കഷ്ടകാലങ്ങളില്ല, പ്രയാസങ്ങളില്ല, നിരന്തരമായ രോഗങ്ങളില്ല, വഴക്കില്ല, വക്കാണമില്ല, തെറ്റിപ്പോകലില്ല, ദാരിദ്ര്യമില്ല, പ്രശ്നങ്ങളില്ല. എന്തുകൊണ്ട്? ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ജീവിക്കുന്ന വീടാണ്. ഒന്നുകൂടി കേൾക്കണേ, തന്റെ ഭാര്യയുടെ കയ്യൊന്ന് പിടിച്ചൊരു ഭർത്താവ് മുസാഫഹത്ത് ചെയ്ത് സലാം പറഞ്ഞാൽ, കേൾക്കണേ മുഅ്മിനുകളെ, ആർക്കെങ്കിലും വേണ്ടി പറയുന്നതല്ല, നാമൊക്കെ ചെയ്യാൻ വേണ്ടി പുണ്യനബി പറഞ്ഞതാണ്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യൊന്ന് പിടിച്ച് സലാം പറഞ്ഞാൽ, ഒന്ന് മുസാഫഹത്ത് ചെയ്താൽ, പാണ്ടിക്കാട് അങ്ങാടിയിൽ നിന്ന് അതല്ലെങ്കിൽ വണ്ടൂരിൽ നിന്ന് എത്ര സമയമായി പെണ്ണിയടക്കൊക്കെ ജനൽവാതിലിന്റെ കട്ടൻ മാറ്റിക്കൊണ്ട് ബൈക്ക് വന്നോ, കാർ വന്നോ നോക്കി നിൽക്കുകയല്ലേ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുന്ന പെണ്ണിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പെണ്ണിന്റെ കൈയൊന്ന് പിടിച്ചാൽ, അവർ രണ്ടുപേരും ചെയ്തു പോയ, അവർ രണ്ടുപേരും ജീവിതത്തിൽ വന്നുപോയ സർവ പാപങ്ങളും ആ പിടിക്കപ്പെട്ട കൈവിരലുകൾക്കിടയിലൂടെ കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴുമെന്ന് പറഞ്ഞത്. നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായാൽ അവന് ദുനിയാവിലും സുഖമാണ്. ബാക്കികൾ പറയും. അള്ളാഹു നമുക്ക് തരട്ടെ. ഒന്ന് ശുക്റുള്ള ഹൃദയം, മറ്റൊന്ന് ദിക്റുള്ള നാവ്, സബൂറുള്ള ഹൃദയം, ശരീരം, മറ്റൊന്ന് സുഖകരമായ ഇണജീവിതം. ഭാര്യ ഭർത്താക്കന്മാരെ നന്നായി സ്നേഹത്തിൽ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളവിടെ ഞാൻ നിർത്താനൊക്കെ പോവുകയാണ്. പിന്നെ ഒരാൾ വന്ന് എൻ്റെ വീട്ടിൽ ഒരു വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും ഷെയ്ഖിനെ തുടങ്ങി തന്ന ഒരു ദിക്റുണ്ട് മൂത്തടുത്ത്. അപ്പൊ അതിന് വ്യാഴാഴ്ച മഗ്രിബിന്റെയും അസറിന്റെ അടിയിൽ കുറെ ആൾക്കാർ വീട്ടിൽ വരും. ദ്വാരക്കാൻ പറയാൻ വേണ്ടി വരികയാണത്. സംഭാവന കൊടുന്നു. അതിനെ കൊടുന്നു വരുമ്പോ ഒരു 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 550 റുപ്യ കവറിലിട്ടിട്ട് എന്റെ കൈ തന്നു. പുസ്തകങ്ങൾ ദ്വാരക്കണം എന്നാണ്. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ദ്വാരക്കണ്ടേ എന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞു, എന്റെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കണം. ഞാൻ ചോദിച്ചു, ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എന്തിനു വേണ്ടിയാണ് ദ്വാരക്കണ്ടത്? ആള് പറഞ്ഞു, ബാപ്പാന്റെ ഉമ്മാന്റെ സ്വഭാവം നന്നാവാൻ. എന്തേ പോലെ സ്വഭാവത്തിന് കുഴപ്പം ചോദിച്ചു ഞാൻ. അതിൽ പറഞ്ഞു, എന്റെ ബാപ്പിയും തമ്മിലൊന്ന് മുണ്ടിയിട്ട് 10 അല്ലേക്കണം. ഞാൻ കഥ വായിച്ചതല്ലത്. ഞാൻ ഈ മുബാറക്കായ സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നോട് പറഞ്ഞത്, ഉത്താട മഹലിൽ ഇത്ര വേല സമ്പന്നനായ കുടുംബം വേറെ ഇല്ല, ഇത്ര ചൊർക്കളൊരു പേരും കൂടി വേറെ ഇല്ല. ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും തമ്മിൽ ഒരേ വീട്ടിൽ താമസിക്കുന്നവർ ഒരേ കിച്ചണിലെ ഭക്ഷണം രണ്ടുപേരും കഴിക്കുന്നു. അവർ തമ്മിൽ മിണ്ടിയിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ചങ്ങായി 10 കൊല്ലമായിട്ട് ഇപ്പോഴാണ് അത് ഓർക്കാൻ പറയാൻ വേണ്ടി വരുന്നത്? അതിൽ പറഞ്ഞു, ഇന്നലെ വാപ്പർ വർത്താനം പറഞ്ഞ് വേറെ പൊന്നിട്ടാണ്. ഓന് മനസ്സിലായി വേറെ പൊന്നിട്ട മുതൽമക്ക് എടുക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടപ്പോൾ ഓർക്കാൻ പറയാൻ വേണ്ടി തോന്നിയത്. മുഅ്മിനീങ്ങളെ, നമുക്കൊരു സന്തോഷത്തിന്റെ കുടുംബജീവിതം റബ്ബ് തരട്ടെ. നമ്മുടെ ഖൽബിൽ ശുക്റും ദിക്റും സബൂറും നല്ല ജീവിതവും അല്ലാഹു തആല നമുക്ക് തരട്ടെ. അത് മുഖേന നമുക്ക് സന്തോഷത്തോടെ ജീവിച്ച് ഒരുപാട് കാലം അമലുകൾ ചെയ്ത് മരിക്കുമ്പോൾ പുണ്യനബിയുടെ മുഖം കണ്ട് റാഹത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, ഞങ്ങളൊക്കെ പാപികളാണ്. പാപത്തിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ തടഞ്ഞു വെക്കല്ല റബ്ബേ.
മഴ തടഞ്ഞു വെക്കല്ല റബ്ബേ. പടച്ചോനെ, ഞങ്ങളൊക്കെ പാപികളാണ്, ദോഷികളാണ്. പാപികൾക്കും ദോഷികൾക്കും കൈ ഉയർത്താനുള്ളത് നീ തന്നെയല്ല റബ്ബേ. ഞങ്ങൾക്ക് മഴ നൽകണേ തമ്പുരാനെ, മഴ നൽകണേ തമ്പുരാനെ. പടച്ചോനെ, മഴ നൽകണേ തമ്പുരാനെ. വെള്ളമില്ലാതെ വെള്ളം കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. വെള്ളമില്ലാത്തൊരവസ്ഥ ഞങ്ങളുടെ അടിമകൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്നു, വെള്ളം തരണേ തമ്പുരാനെ. കൃഷികളൊക്കെ ഉണങ്ങി നശിക്കുന്നു റബ്ബേ, വെള്ളം തരണേ തമ്പുരാനെ. പടച്ചവനെ, വൃദ്ധന്മാരും വൃദ്ധകളും ഒക്കെ വല്ലാതെ വിഷമിക്കുന്ന റബ്ബേ, വെള്ളം തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ നാടുകളിലൊക്കെ വല്ലാത്ത പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു റബ്ബേ. മഴ നൽകണേ തമ്പുരാനെ, മഴ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഈ ഒരു സ്ഥാപനത്തെ നാൾക്ക് നാൾ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന സർവ്വ നന്മകളിലും ബർക്കത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഇവിടെ ദർസിൽ പഠിക്കുന്ന കുട്ടികളെ നീ നാഫിയായിലുമുള്ള ഉഖർവിയായ ആലിമീങ്ങളാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന വന്നിരായ ഷെയ്ഖുന അവർക്ക് നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഷെയ്ഖിനയുടെ സർവ്വകാര്യങ്ങളിലും ബർക്കത്ത് നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖൈറിന്റെ വാതായനങ്ങളൊക്കെ തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളൊക്കെ മരിച്ച് ഞങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒരുപാട് റഹ്മത്തിന്റെ മലക്കുകളെ പിന്നിൽ ചേർക്കണേ റബ്ബേ. ഞങ്ങളെ ഖബറുകളൊക്കെ വിശാലമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ ഖബറുകളൊക്കെ വിശാലമാക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, ഉസ്താദുമാർ, കൂട്ടുകാർ, നാട്ടുകാർ, അയൽപ്പക്കക്കാർ, ദുനിയാവിലുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മുഅ്മിനുകളെ, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. നിങ്ങളെ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞാനും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.